വളരെ വളരെ വേദനിപ്പിക്കുന്നതും നിർഭാഗ്യകരവുമായിട്ടുള്ള ഒരു സംഭവമാണ്. 16 കുഞ്ഞുങ്ങൾ, പിഞ്ചു കുഞ്ഞുങ്ങൾ ചുമയുടെ സിറപ്പ് കഴിച്ച് മരണപ്പെട്ടു എന്നുള്ളത്. വാസ്തവത്തിൽ 2 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ചുമയുടെ കോഫ് സിറപ്പ് കൊടുക്കാൻ പാടില്ല എന്നുള്ളതാണ്. എന്നാൽ പ്രിസ്ക്രൈബ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രോട്ടോകോൾ അനുസരിച്ചിട്ടുള്ള മരുന്നുകൾ കൊടുക്കാനായിട്ട് കഴിയും. അപ്പോൾ കേരളത്തിൽ ഈ കോൾഡ്രിഫ് എന്നുള്ള മരുന്ന് ഫാർമസികളിലൂടെ കൊടുക്കാൻ പാടില്ല എന്ന നിർദ്ദേശം ഡ്രഗ്സ് കൺട്രോളർ ഇപ്പോൾ നൽകിയിട്ടുണ്ട്. സംസ്ഥാന സർക്കാരിന്റെ മരുന്ന് സപ്ലൈയിൽ ഇതില്ല. അപ്പോൾ നമ്മുടെ സർക്കാർ ആശുപത്രികളിലും മെഡിക്കൽ കോളേജുകളിലും ഇല്ല. പക്ഷേ മറ്റ് പ്രൈവറ്റ് ഫാർമസികളിൽ നിന്ന്, നമ്മുടെ മെഡിക്കൽ സ്റ്റോറുകളിൽ നിന്ന് ഇതൊരു കാരണവശാലും എവിടെയെങ്കിലും ഈ ബാച്ച് പർട്ടിക്കുലർലി, അത് മാത്രമല്ല ഈ ബ്രാൻഡ് ഉണ്ടെങ്കിൽ അത് കൊടുക്കാൻ പാടില്ല എന്നുള്ള നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത്. അത് നിർത്തിവെക്കാനായിട്ട് പറഞ്ഞിട്ടുള്ളത്. ആരോഗ്യവകുപ്പിന്റെ ഉന്നതതല സമിതി ചേർന്നിരുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ 2 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് ചുമയുടെ മരുന്ന് കൊടുക്കാൻ പാടില്ല എന്നിരിക്കെ അങ്ങനെ കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണല്ലോ ഇപ്പോഴത്തെ നമ്മൾ ഈ സംഭവങ്ങൾ വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് ചുമയുമായി ബന്ധപ്പെട്ട്, പീഡിയാട്രിക് കോഫുമായി ബന്ധപ്പെട്ട് അതെങ്ങനെ മാനേജ് ചെയ്യണം എന്നത് സംബന്ധിച്ചിട്ടുള്ള കൃത്യമായിട്ടുള്ള ഒരു പ്രോട്ടോകോൾ, നമുക്ക് പ്രോട്ടോകോളും ഗൈഡ് ലൈനും ഉണ്ടെങ്കിലും ഇപ്പോഴത്തെ ഈ ഒരു ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ കേരളം അങ്ങനൊരു ഗൈഡ് ലൈൻ കുറച്ചുകൂടി വ്യക്തതയോടുകൂടി ഇറക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അതിലൊരു കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ആ കമ്മിറ്റി ഇന്ന് വൈകുന്നേരത്തോടുകൂടി ആ പ്രപ്പോസൽ നൽകും. ഇതിലൊരു കാര്യം, കേരളത്തിൽ നമ്മൾ KMCL വഴി നൽകുന്ന മരുന്നുകളിൽ നമ്മളൊരു സപ്ലൈ ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ ഓരോ ബാച്ചും കേന്ദ്ര ഗവൺമെന്റിന്റെ ലബോറട്ടറിയിൽ ടെസ്റ്റ് ചെയ്ത് ഇത് ഗുണനിലവാരമുള്ളതാണെന്ന് ഉറപ്പാക്കിയിട്ടാണ് വരുന്നത്. അത് ഒരു മരുന്നെന്നുള്ളതല്ല, ആ മരുന്നിന്റെ ഓരോ ബാച്ചും ആ നിലയിലാണ് വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ മനസ്സിലാക്കുന്നത് കേന്ദ്ര സർക്കാരും ഇതിൽ പ്രത്യേകമായിട്ടുള്ളൊരു ജാഗ്രത ഇപ്പോൾ എടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. പൊതുവിൽ രാജ്യത്തുണ്ടായിരിക്കുന്ന ഈ ഒരു ആശങ്ക, അത് വലിയ ആശങ്കയാണ്. കാരണം കുഞ്ഞുങ്ങളെ സംബന്ധിച്ച വിഷയമാണുള്ളത് ആയതുകൊണ്ട് ആശങ്കയെ അഡ്രസ്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള വളരെ കൃത്യമായ ഇടപെടലുകൾ തന്നെ ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ തീരുമാനിച്ചൊരു കാര്യം, 12 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങൾക്കുള്ള മരുന്ന് ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ കൊടുക്കരുത്. ഇതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, കുഞ്ഞുങ്ങൾക്ക് മരുന്ന് കൊടുക്കുന്നത് കുഞ്ഞുങ്ങളുടെ തൂക്കത്തിന്റെ കൂടി അടിസ്ഥാനത്തിലാണ്. ഇത്ര വെയിറ്റുള്ള കുഞ്ഞുങ്ങൾക്ക് ഇത്ര മരുന്ന് നൽകാം എന്നുള്ളതാണ്. അപ്പോൾ ഈ ഭാരം കുറഞ്ഞൊരു കുഞ്ഞിന് കൊടുക്കുന്ന, ഒരേ പ്രായത്തിലുള്ള ഭാരം കുറഞ്ഞൊരു കുഞ്ഞിന് കൊടുക്കുന്ന മരുന്നല്ല ഭാരം കൂടുതലുള്ള കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത്. അതിൽ വ്യത്യാസം ഉണ്ടാകും. അപ്പോൾ അത് എത്രയാണെന്ന് നിശ്ചയിക്കാൻ കഴിയുക ഡോക്ടർക്കാണ്. അപ്പോൾ 12 വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങൾക്ക് പീഡിയാട്രിക് ഡ്രഗ്സ് ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ കൊടുക്കരുത്. വളരെ പ്രധാനപ്പെട്ട കാര്യം. ഇതിപ്പോൾ നോട്ടിഫിക്കേഷൻ ഇഷ്യൂ ആണ് കേരളം. നമ്മൾ നേരത്തെ ആന്റിബയോട്ടിക്സിന്റെ കാര്യത്തിൽ ഇത് എടുത്തിരുന്നു. ഓവർ ദ കൗണ്ടർ സെയിൽ വിത്തൌട്ട് പ്രിസ്ക്രിപ്ഷൻ അനുവദിക്കില്ല എന്നുള്ളത്. അങ്ങനെ ചെയ്യുന്ന സ്ഥാപനങ്ങളുടെ ലൈസൻസ് റദ്ദാക്കുന്ന നടപടികൾ സ്വീകരിക്കും. അതുകൊണ്ട് എൻഫോഴ്സ്മെന്റ് ആക്ടിവിറ്റീസ് വളരെ ശക്തമായി നടപ്പിലാക്കുന്നുണ്ട്. പീഡിയാട്രിക് ഡ്രഗുകളുടെ കാര്യത്തിലും ഇതേ നിലയിലുള്ള ഒരു തീരുമാനം എടുത്ത് അതിൽ മുന്നോട്ട് പോകാനാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. അതിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഈ ചോദിച്ചൊരു കാര്യം. കാരണം പഴയ പ്രിസ്ക്രിപ്ഷൻ കൊണ്ടുവന്ന് വീണ്ടും മരുന്ന് ഒരു കാരണവശാലും വാങ്ങിക്കരുത്. അപ്പോൾ മൂത്ത കുട്ടികളുടേത് ചിലപ്പോൾ എടുത്ത് ഇളയ കുട്ടികൾക്ക് വാങ്ങിക്കും. അപ്പോൾ അതുകൊണ്ട് അതിലും ഇന്നത്തെ കമ്മിറ്റി ഒരു ഇത് തരും, എത്ര ദിവസത്തിനുള്ളിൽ ഈ പ്രിസ്ക്രിപ്ഷൻ ഉപയോഗിക്കണം. ആ ദിവസത്തിനുള്ളിൽ മാത്രമേ ആ പ്രിസ്ക്രിപ്ഷൻ ഉപയോഗിക്കാൻ പാടുള്ളൂ. പഴയ പ്രിസ്ക്രിപ്ഷൻ എടുത്തു കൊണ്ടുവന്ന് മരുന്ന് വാങ്ങിക്കാൻ ശ്രമിച്ചാൽ അതും തെറ്റായിട്ടുള്ള, അത് കൊടുത്താൽ ഇപ്പം ആളുകൾക്ക് അറിയണം എന്നില്ലല്ലോ. പക്ഷേ ഈ മെഡിക്കൽ സ്റ്റോറുകളിലുള്ളവർ തീർച്ചയായിട്ടും അത് അവരോട് പറയുകയും ഈ പ്രിസ്ക്രിപ്ഷന് മരുന്ന് നൽകാൻ കഴിയില്ല, പുതിയ പ്രിസ്ക്രിപ്ഷനുമായിട്ട് വന്നാൽ മാത്രമേ പറ്റുള്ളൂ എന്ന് പറയും. അതേ കുഞ്ഞിന് തന്നെ ആണെങ്കിലും കുഞ്ഞിന്റെ പ്രായം വ്യത്യാസം ഉണ്ടാകും, ഭാരം വ്യത്യാസം ഉണ്ടാകും, ആ ഡോസേജ് ആവില്ല. ഇതെല്ലാം ഇതിന് കാരണമാണ്. ഇത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്.